ഹലോ നമസ്കാരം. അങ്ങനെ കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോയി എന്ന് വിചാരിച്ച മഴയൊക്കെ ഇതാ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ മഴയാണ്. പത്തനംതിട്ട ജില്ലയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒരു ജോലിയുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം രാവിലെ തന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് പണിക്ക് പോകാനുള്ള ഒരു മൂടങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിലൊക്കെ തെളിഞ്ഞിരുന്നെങ്കിലും ആ ഫ്ലോ അങ്ങ് പോയതുകൊണ്ട് നേരെ ഒരു സിനിമയ്ക്ക് പോയേക്കാൻ തന്നെ വിചാരിച്ച് നേരെ പത്തനംതിട്ട ധന്യാരമ്യ തിയേറ്ററിലേക്കാണ് വന്നത്. ഏത് സിനിമ കാണണം എന്നൊന്നും പ്രത്യേകിച്ച് പ്ലാനും പദ്ധതിയൊന്നും ഇല്ലാതെയാണ് ഇവിടെ വന്നത്. അങ്ങനെ കുറേ സിനിമകളൊക്കെ പത്തനംതിട്ടയിൽ ഓടുന്നുണ്ട്. അതിൽ കന്നഡപ്പടമായിട്ടുള്ള സൂ ഫ്രം സോ എന്ന് പറയുന്ന ഒരു സിനിമ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഓടുന്നുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഈ സിനിമയാണ് സത്യം പറഞ്ഞാൽ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് ഒരു കണ്ടൻറ്റ് കിട്ടിയെന്ന് തന്നെ പറയാം. അപ്പോൾ അത്ര വളരെ നല്ലൊരു സിനിമയാണ്. ഒരു കന്നഡപ്പടം കണ്ടതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നേ ഇല്ല. ഒരു മലയാള സിനിമ കണ്ട് ഇറങ്ങിയ ഒരു സുഖവും സന്തോഷവുമാണ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതിലെ ഓരോ കഥാപാത്രങ്ങളും മലയാള തനിമ നിറഞ്ഞ ഒരു കഥാപാത്രങ്ങളാണ്. അതിലെ അളിയനെയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്ര നല്ല കഥാപാത്രങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ സൂ ഫ്രം സോ എന്ന് പറയുന്ന ഒരു കന്നഡ പടം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് തമിഴിലേക്കൊക്കെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം. പണം ഒരിക്കലും നഷ്ടമാകത്തില്ല. ഒരു ഫാമിലി എൻ്റർടൈൻ മൂവിയാണ്. തീർച്ചയായിട്ടും പോയി കാണണം. അപ്പം പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.